ഖത്തറിന് 24 മണിക്കൂർ സമയം അനുവദിക്കും. ദോഹ, ഖത്താര പ്രവിശ്യകളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് നേതാക്കളെ രാജ്യത്ത് നിന്ന് ഉടൻ പുറത്താക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇസ്രായേൽ മിസൈലുകൾ ദോഹയിൽ തീ തുപ്പും. ഖത്തറിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പെത്തി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഹൃദയം കീറി മുറിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഒന്നൊന്നായി ഓരോന്നിൻ്റെയും തല ചിതറിക്കുകയാണ് ഇസ്രായേൽ. അവശേഷിക്കുന്ന ചിലരുണ്ട്. അവർക്ക് അഭയം നൽകിയിരിക്കുന്നത് ഖത്തറാണ്. ആ കണക്ക് വീട്ടാതെ യുദ്ധം അവസാനിപ്പിക്കില്ല. ഇസ്രായേൽ ആയുധം താഴെ വയ്ക്കില്ല. തടസ്സം നിൽക്കുന്നത് ആരായാലും ഏതു രാജ്യമായാലും കത്തിക്കുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആട്ടിൻ തോലിട്ട ചെന്നായ കളിക്കുകയാണ് ഖത്തർ. ഒരു വഴിക്ക് കൂടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. മറ്റൊരു വഴിക്കൂടെ ഹമാസ് തലവന്മാർക്ക് സുരക്ഷിത താവളമൊരുക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് ഇരയാകേണ്ട എങ്കിൽ എത്രയും പെട്ടെന്ന് ഭീകരരെ പുറത്താക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിൻ്റെയും പ്രഖ്യാപനം. അടിമുടി പ്രതിരോധത്തിലേക്ക് വീണ്ടിരിക്കുകയാണ് ഖത്തർ. ഹമാസിൻ്റെ നേതാക്കൾ ഖത്തറിലുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടുകൂടി ഖത്തർ ഭരണകൂടവും പരിങ്ങലാണ്. ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ ഓരോ കോണിലിരുന്ന ഒത്തുകൂടിയാണ് ഹമാസിൻ്റെ നേതാക്കൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില തലകൾ ഒളിച്ചിരിക്കുന്നത് ഖത്തറിലാണ്. ഇതിനു മുൻപ് ഖത്തറിന് പലതവണ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഹമാസ് നേതാക്കൾ രാജ്യത്തുണ്ടെങ്കിൽ അവരെ പുറത്താക്കണമെന്ന്. ചിലരൊക്കെ പുറത്താക്കി കണ്ണിൽ പൊടിയിടാനുള്ള നടപടി ഖത്തർ സ്വീകരിച്ചിരുന്നു. അതായത് മറ്റു നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സമ്പത്തെല്ലാം ഖത്തറിലാണുള്ളത് എന്നതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഖത്തർ സ്വീകരിച്ചിരുന്നത്. ഇസ്രായേലിൽ വീണ്ടും ചില ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹമാസ് ആണ് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇൻ്റലിജൻസിന് കിട്ടിയിരുന്നു. ഇതിനുശേഷമാണ് ഇനിയും തല പൊക്കാൻ ആകാത്ത വിധം ഹമാസിനെ ചവിട്ടിത്താഴ്ത്തണമെന്ന് ഇസ്രായേൽ കട്ടായം നിലപാടെടുത്തത്. അവിടെയാണ് ഇസ്രായേലിന് ചില റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അതായത് ഗാസയിൽ ഇരുന്നു കൊണ്ടല്ല ഹമാസ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ നീക്കം നടത്തുന്നത്. തുർക്കി, ഖത്തർ തുടങ്ങിയ ചില രാജ്യങ്ങളിലിരുന്നാണ് ഹമാസ് നേതാക്കൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് കൃത്യമായി പ്ലാനിട്ട് ഗാസയിലെ ഹമാസിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നത്. ആക്രമണം ഏത് രീതിയിൽ നടത്തണം എന്നുള്ളതിൻ്റെ ഇതോടുകൂടിയാണ് ഒരാക്രമണം നടത്തണം എന്നുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ എത്തിയത്. കാടടച്ച് വെടിവെക്കുന്ന സമീപനമല്ല ഖത്തറിൽ ഇസ്രായേൽ സ്വീകരിച്ചത്. എവിടെയൊക്കെയാണോ ഹമാസിൻ്റെ നേതാക്കളുള്ളത്, താവളങ്ങളുള്ളത്, അതെല്ലാം കണ്ടുപിടിച്ച് ആ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ ഖത്തർ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയാണ്. എത്രയും പെട്ടെന്ന് രാജ്യത്ത് നിന്ന് ഹമാസ് നേതാക്കളെ ഓടിക്കണം എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലക്ഷ്യം വെച്ച 4 പ്രധാന ഭീകരരിൽ ഖാലിദ് മിഷേൽ അടക്കമുള്ളവർ ബ്രിട്ടൻ്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട ഭീകരരാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഖാലിദ് മിഷേൽ 2023 ഗാസ ആക്രമണശേഷം കേരളത്തിൽ മലപ്പുറത്ത് ഹമാസ് അനുകൂലികളായി അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗവുമായി ഒക്ടോബർ 27 നടത്തിയ പലസ്തീൻ അനുകൂല റാലിയിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ്. അന്നു തന്നെ ഇത് മാധ്യമ വാർത്തകളുമായിരുന്നു. ഹമാസ് ഇന്ത്യയിൽ നിരോധിത സംഘടനയല്ല എന്നാണ് മലപ്പുറത്ത് റാലി സംഘടിപ്പിച്ച സോളിറ്റാറ്റി നേതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമ്മൾ ഒന്നിച്ച് സൈനിസ്റ്റുകളെ പരാജയപ്പെടുത്തുമെന്നാണ് അന്ന് ഖാലിദ് മിഷേൽ മലപ്പുറത്ത് റാലിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിൻ്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് വ്യക്തമാക്കി. ദോഹയിൽ ഹമാസിൻ്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങളൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികൾ ആയവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ഞങ്ങൾ ഖത്തർ ഭരണകൂടത്തെ അല്ല ആക്രമിച്ചതെന്നും ഖത്തറിൽ സുരക്ഷിത താവളങ്ങളിൽ കഴിയുന്നവരെയും ഇപ്പോഴും ഇസ്രായേലിന് നേരെ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഹമാസ് തലവന്മാരെയാണ് ഞങ്ങൾ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചതെന്നും ഇസ്രായേൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ
ഇത് ഖത്തറിലുള്ള ഒരു മുന്നറിയിപ്പാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സുരക്ഷിതരായി വച്ചിരിക്കുന്നവരെ അവിടെ നിന്നും പുറത്താക്കണം, ഇല്ലെങ്കിൽ ഖത്തർ വെന്ത് വെണ്ണീറാകും എന്നുള്ള മുന്നറിയിപ്പ്. സ്വന്തം മണ്ണിലെത്തിയ ഇസ്രായേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നൽകിയില്ലെങ്കിൽ ഹമാസിന് നൽകുന്ന രഹസ്യ പിന്തുണ മറനീക്കി തെളിവായി അത് മാറുകയും, എന്നാൽ ആക്രമിക്കാതിരുന്നാൽ ലോകത്തിനു മുന്നിൽ സ്വയം പ്രതിരോധശേഷിയില്ലാത്ത സമ്പന്ന രാജ്യം എന്ന വിളിപ്പേര് കേൾക്കുകയും ചെയ്യും എന്ന ഇരട്ട പ്രതിസന്ധിയാണ് ഖത്തർ ഇപ്പോൾ നേരിടുന്നത്. അതേസമയം ഖത്തർ പ്രതികരിക്കാൻ ഇറങ്ങിയാൽ ആക്രമണം കനക്കുമെന്നും പടിഞ്ഞാറൻ അറബ് രാജ്യങ്ങളും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യം ഉരുത്തിരിയുമെന്നും യുദ്ധ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഖത്തർ ആക്രമിക്കപ്പെടുന്നതോടെ കഴിഞ്ഞ ദിവസം തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഖത്തറിനെ തേടി എത്തുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതാനും മാസം മുൻപ് ഇറാനെ ലക്ഷ്യം വെച്ച ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനെയും നോട്ടം വച്ചതോടെയാണ് കൂടുതൽ അറബ് രാജ്യങ്ങളുടെ ഒത്തൊരുമയ്ക്ക് ഈ ആക്രമണം കാരണമായേക്കും എന്ന് കരുതുന്നവർ ഏറെയാണ്. എന്നാൽ ഹമാസ് ഒരു പാഠം പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർ അറബ് ലോകത്തും ഉണ്ട്. ഖത്തർ സാമ്പത്തികമായി ഹമാസിന് നൽകുന്ന വലിയ പിന്തുണയാണ് ഈ സംഘടനയെ ഇത്തരത്തിൽ ഭീകരവാദികളുടെ കൂട്ടായ്മയാക്കി മാറ്റിയതെന്ന് ചിന്തിക്കുന്നവരിൽ ഒട്ടേറെ അറബ് രാഷ്ട്രങ്ങളുണ്ട്. $2 ബില്യൺ അമേരിക്കൻ ഡോളറിന് തുല്യമായ തുകയാണ് ഖത്തർ ഹമാസിന് കൈമാറിയതെന്ന് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ്. സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഹമാസിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്നത് അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റത്തട്ടിലല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അറബ് മണ്ണിലേക്ക് തുടരെ എത്തുന്ന ഇസ്രായേൽ ആക്രമണം അവർക്കിടയിൽ ഐക്യ ശാക്തിക ചേരിക്ക് തുടക്കമിടാനും സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. ജെറുസലേമിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരം ഹമാസിനെതിരെ തീർക്കും എന്ന സന്ദേശം നൽകുകയായിരുന്നു ഇസ്രായേൽ. 2 ദിവസം മുൻപ് ജെറുസലേമിൽ നടന്ന വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം ശക്തമായി. ഇസ്രായേൽ ആക്രമണം നടത്തിയ 2 പേരും കൊല്ലപ്പെട്ടിരുന്നു. ജെറുസലേമിലെ റമോൾ ജംഗ്ഷനിൽ വാഹനത്തിലെത്തിയ 2 ഭീകരർ 2 ബസ് സ്റ്റോപ്പിന് നേരെയും ബസ്സിന് നേരെയും വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് സമാനമായിരുന്നു ഇത്. ഇതിന് പിന്നിൽ ഹമാസ് തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഖത്തറിൽ ഇസ്രായേൽ തിരിച്ചടിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമാണ് ഖത്തർ. ഇക്കാര്യം ഖത്തർ പ്രധാനപ്പെട്ട പങ്കാളിയാണ്. ഇന്ത്യക്കും ഖത്തർ പ്രധാനപ്പെട്ട പങ്കാളിയാണ്. 7 ലക്ഷത്തോളം മലയാളികൾ ഇവിടെയുണ്ട്. ഈ സാഹചര്യത്തിൽ ഖത്തറിനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം നമ്മുടെ പൗരന്മാരെ സംബന്ധിച്ച വിഷയം കൂടിയാണിത്. ഇതിനിടെ ആക്രമണം വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഖത്തറും UAEയും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം ഭീരുത്വം നിറഞ്ഞതാണെന്ന് ഖത്തർ ആരോപിക്കുന്നു. ആക്രമണം US-നെ നേരത്തെ അറിയിച്ചിരുന്നു എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹമാസിനും ഇസ്രായേലിനും ഇടയിലുള്ള മധ്യസ്ഥർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ. ലോകരാഷ്ട്രങ്ങളെല്ലാം ഖത്തറിന് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. പലസ്തീനുമായി നിരന്തര സംഘർഷം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടലിന് ഇസ്രായേൽ തുനിഞ്ഞിരുന്നില്ല. എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേലുമായി അനുരഞ്ജന വഴിയാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചത്. ഈ വർഷം ഇത് 2ാം തവണയാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ 23-ന് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു. അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ഇത്തവണ ഖത്തറിലെ ഹമാസ് താവളമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. സമാധാന ശ്രമങ്ങളിലടക്കം ഖത്തർ നിർണായക പങ്കാളിയായിരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാക്കാനായിരുന്നു ഇതെല്ലാം. ഇതിനിടയിലാണ് അപ്രതീക്ഷിത ആക്രമണം. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഖത്തർ പറയുന്നത്. എന്നാൽ എന്തുതരം മധ്യസ്ഥ ശ്രമമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള എന്ത് നീക്കമാണ് ഖത്തർ നടത്തിയത് എന്നുള്ള ചോദ്യം ഇസ്രായേലിൽ നിന്ന് ഉയരുന്നുമുണ്ട്.